ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ജസ്മി. ഞാൻ വരാപ്പുഴ ഇൻഫൻറ്റ് ജീസസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 13/10/2022 ഞാൻ അബുദാബിയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈസൻസ് നിർബന്ധമാണ്. അങ്ങനെ ഞാൻ ഹാദ് PN എക്സാം 2 വട്ടം എഴുതി, 2 വട്ടം ഫെയിലായി. പിന്നെ ഞാൻ അതിനോട് ട്രൈ ചെയ്തില്ല, കാരണം 3 അറ്റംപ്റ്റേ നമുക്ക് ലൈഫിലുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനോട് ട്രൈ ചെയ്തില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെയും എൻ്റെ മനസ്സിലേക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യുക, കാരണം നിയമങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക. ലൈസൻസ് നിർബന്ധമാണ്, അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഓരോ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നു. ഞാൻ ഒന്നും കൂടിയും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുമ്പോഴും എൻ്റെ ഫ്രണ്ട്സും എന്നോട് പറഞ്ഞു ഒന്നും കൂടിയും ട്രൈ ചെയ്യുമെന്ന്. അങ്ങനെ ഞാൻ അന്നത്തെ അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ അങ്ങനെ പറയുകയുണ്ടായി, നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ഇരിക്കണം, മറ്റുള്ളവരിലൂടെ മാതാവ് നമ്മോട് സംസാരിക്കുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നോട് മാതാവ് പറയുകയാണ് ഒന്നും കൂടി എഴുതുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഒന്നും കൂടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി. പക്ഷേ അതിനും ഞാൻ ഫെയിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ഭയങ്കര ആ സമയത്ത് എനിക്ക് സന്തോഷമായിരുന്നു, കാരണം ഇനി മാതാവ് എന്നോട് പറയില്ലല്ലോ എക്സാം എഴുതുവാനെന്ന്. പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മെയിലിൽ എനിക്ക് എൻ്റെ ഫോണിലൊരു മെയിൽ കിടക്കുന്നു, യുവർ എക്സാം ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇത് എന്ത് എക്സാമാണ്, ഞാൻ ഒന്നിനും അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഞാൻ ആ ഫുൾ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഡിവോയ്സിൻ്റെ സൈറ്റിൽ നിന്ന് എനിക്ക് വന്ന ഒരു മെയിലാണ്, നിങ്ങൾക്ക് അടുത്ത എക്സാമും കൂടി എഴുതാനുള്ളൊരു അവസരം തന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ഒന്നും കൂടി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് ഞാൻ യേശുവിനോട് ചോദിച്ചു, ഇനി എന്നെ പറ്റിക്കുന്നതാണോ, ഇനി ഞാൻ എഴുതണോ എന്ന് വിചാരിച്ച് ഞാൻ ബൈബിൾ എടുക്കുമ്പോഴേ എനിക്ക് കിട്ടിയ വചനമാണ് ഏശയ്യ 54:10. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചല സ്നേഹം നിന്നെ പിരിക്കുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഒന്നും കൂടി എഴുതാം, എന്നോട് യേശു പറയുന്നത് തന്നെയാണ്, എഴുതാമെന്ന് വിചാരിച്ച് ഞാൻ ഒന്നും കൂടി പ്രിപ്പയർ ചെയ്തു. അന്ന് ഞാൻ പോകുമ്പോൾ ഞാൻ മോർണിംഗിൽ വായിച്ച കുറേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ എൻ്റെ സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ മാതാവിൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ആ എക്സാം പാസ്സാകുന്നുള്ളതും എനിക്ക് മനസ്സിലായി. ഞാൻ എക്സാം ഹാളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് പാസ്ഡ് എന്നുള്ള റിസൾട്ടായിരുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോ തിരുകുമാരനും കൊടാനുകൂടി ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഇവിടുന്ന് വാങ്ങിയ പത്രം ഞാൻ വീടുകൾ തുറന്ന് ഞാൻ ലീവിന് വരുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നത്, അല്ലാതെ ഓൺലൈൻ ഉടമ്പടിയും ഞാൻ എടുക്കാറുണ്ട്. ഞാൻ വീടുകൾ തോറും കയറി ഇറങ്ങി പത്രങ്ങൾ കൊടുക്കും, പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ പത്രങ്ങൾ അവർക്ക് കൊടുക്കാറുള്ളത്. പിന്നെ യൂട്യൂബിലെ അച്ഛൻ്റെ ധ്യാനങ്ങൾ എല്ലാ ചൊവ്വാഴ്ച അതേ ദിവസം തന്നെ ഞാൻ യൂട്യൂബിലെ ധ്യാനം അറ്റൻഡ് ചെയ്യും, അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യും. പിന്നെ ഞങ്ങളുടെ അവിടെ അബുദാബിയിൽ ഒരു അഖണ്ഡ ജപമാല ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാ മാസവും ഞങ്ങൾ 1000 മണി ജപമാല എല്ലാ മാസവും ഞങ്ങൾ മുടങ്ങാണ്ട് ചൊല്ലാറുണ്ട്. ഇത്രയുമൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ദേവകുമാരനും കൊടാനുകൂടി നന്ദി പറഞ്ഞ് ഞാൻ സാക്ഷ്യം നിർത്തുന്നു. റോമ 12:2 നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ, ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ജസ്മി എന്ന ഈ സഹോദരി തൻ്റെ ഹാഡ് എക്സാം വിജയിച്ചതിൻ്റെ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ നന്ദിയോടെ സമർപ്പിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹാഡ് എക്സാമിന് വേണ്ടി പലതവണ പരിശ്രമിച്ച് പരാജയപ്പെട്ടു. പിന്നീട് അത് അല്പമൊന്ന് പിന്മാറി നിൽക്കുമ്പോൾ കൂടെയുള്ളവരാണ് പരീക്ഷ എഴുതുവാൻ വേണ്ടി ആവർത്തിച്ച് മകളോട് സൂചിപ്പിക്കുന്നത്. അതങ്ങനെ ഒരു നിരന്തരമായ നിർദ്ദേശം വരുമ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ വന്ന ഒരു വാചകമാണ് മകളെ ഏറെ സ്വാധീനിക്കുന്നത്. നമുക്ക് ചില സന്ദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, ചില അക്കങ്ങൾ, അക്ഷരങ്ങൾ, ചില കാഴ്ചകൾ ഒക്കെ ഉടമ്പടിയുടെ
ഭാഗമായിട്ട് നമുക്ക് അമ്മ മാതാവ് കൈമാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ സന്ദേശങ്ങളോടും വ്യക്തികളുടെ ഇടപെടലുകളോടും സംഭാഷണങ്ങളോടും നമ്മൾ എങ്ങനെയാണോ അവയെ സ്വീകരിക്കുന്നത്, ആ സ്വീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് സാരമായ വ്യത്യാസം, ഗുണകരമായ വ്യത്യാസം കൊണ്ടുവരുവാൻ എപ്പോഴും ഉപകരിക്കുന്നതുമാണ്. അത് ഉടമ്പടി കമ്മ്യൂണിക്കേറ്റഡ് ആണ്. ഉടമ്പടി നമ്മളോട് വ്യക്തികളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, ചില സാഹചര്യങ്ങളിലൂടെ സംസാരിക്കുന്നു എന്നത് അച്ചിട്ടതുമാണ്. അങ്ങനെ ആ ഒരു അച്ഛൻ്റെ ആശയവും ധ്യാനത്തിലൂടെ സന്ദേശവും ലഭിക്കുമ്പോഴാണ് മകൾ ഈ കൂട്ടുകാരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മാതാവ് തന്നെയാണ് ഇവരിലൂടെ എന്നോട് ഞാൻ എഴുതി പലതവണ പരാജയപ്പെട്ടത് വീണ്ടും എഴുതുവാനായി എനിക്ക് സന്ദേശം കൈമാറുന്നത് എന്ന് തിരിച്ചറിയുന്നത്. ഒത്തിരി സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ആ പരീക്ഷ മകൾ എഴുതുന്നതെന്ന് സൂചിപ്പിച്ചു. ആ പരീക്ഷ എഴുതുവാൻ വേണ്ടി ചെല്ലുമ്പോഴാണെങ്കിലും അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ട് എന്നതിൻ്റെ അടയാളങ്ങൾ മകൾക്ക് കിട്ടുന്നുണ്ട്. ആ ദിവസം രാവിലെ വായിച്ചു പോയ ചോദ്യങ്ങൾ തന്നെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. അത് മകൾക്ക് വളരെ വേഗത്തിൽ അത് അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നു. ഒരു സന്ദേശം നമുക്ക് ലഭിച്ചാൽ അത് മുന്നേറുന്ന വഴികൾ കൂടി എപ്പോഴും നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും. മുന്നേറേണ്ട വഴി എങ്ങനെയെന്ന്, അത് ആത്മധൈര്യത്തിൻ്റെ വഴികളായിരിക്കും, സുഗമമായ വഴികളായിരിക്കും, ചെന്നെത്തേണ്ട ചില ഇടങ്ങളായിരിക്കും, ചില വ്യക്തികളെ കാണുവാനുള്ള നിർദ്ദേശങ്ങളായിരിക്കും. ആ അമ്മ മാതാവ് നൽകുന്ന സന്ദേശത്തിന് ഒരു വാക്കോ ഒരു നിമിഷമോ കൊണ്ട് സ്റ്റോപ്പാകുന്നതല്ല, അതിന് തുടർച്ച, കണ്ടിന്യൂറ്റി ഉള്ളതാണ്. ആ കണ്ടിന്യൂറ്റിയാണ് മകൾക്ക് ലഭിക്കുന്ന ഈ ചോദ്യങ്ങൾ വായിച്ചത് തന്നെ വേഗത്തിൽ ഉത്തരം എഴുതുവാൻ പറ്റുന്ന വിധത്തിൽ പരീക്ഷ മാറുന്നത്. എന്നാൽ മകൾക്ക് ലഭിക്കുന്ന റിസൾട്ട്, ആ റിസൾട്ട് മകളത് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അത് ശരിക്കും പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ്. ബാക്കി എല്ലാം സാഹചര്യം അനുകൂലമാകുമ്പോൾ അവസാനം അത് പരീക്ഷ പരാജയപ്പെട്ടു എന്ന റിസൾട്ട് വരുന്നു. ഇത് ഉടമ്പടിയിലുള്ള ഒരു ഉരച്ചു നോക്കലാണ്. നിങ്ങൾ എത്ര കണ്ട് മാതാവിൽ ആശ്രയിച്ചും ശരണപ്പെട്ടും ജീവിതത്തെ സമർപ്പിച്ചിട്ട് ഒരു ചെറിയ പരാജയം, ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിലുള്ള നിങ്ങളുടെ ഇടപെടൽ എങ്ങനെയാണ്? നിങ്ങൾ തിരിഞ്ഞു പോകുന്നവരാണോ? നിരാശപ്പെടുന്നവരാണോ? ദൈവത്തെ വേണ്ടെന്ന് വെച്ച് മാറിപ്പോകുന്നവരാണോ? അതോ അമ്മയിൽ കൂടുതൽ ആഗ്രഹിച്ച് ശരണപ്പെട്ട് ജീവിക്കുവാൻ പ്രത്യാശയുള്ളവരാണോ? മകൾ പറയുന്നുണ്ട്, ഞാനത് ഇനി മാതാവ് എന്നോടൊന്നും പറയത്തില്ലല്ലോ എന്നൊരു വാചകം മാത്രമാണ് എൻ്റെ മനസ്സിനോട് പറഞ്ഞത്. ഞാൻ പതിവ് പോലെ ജോലിക്ക് പോയി തിരികെ വരുമ്പോൾ ഒരു മെയിൽ കിടക്കുന്നു. അത് DOHൽ നിന്നാണ്, അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. വീണ്ടും ഹാഡ് എക്സാമിന് വേണ്ടി അത് ക്ലിയർഡ് ആവുന്ന വിഷയമാണ് പറഞ്ഞു കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി എന്നും വിജയത്തിൻ്റെ കഥകൾ നമ്മളോട് പറയുന്ന പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ്. കണ്ണീരോടെ ആയിരിക്കും നിങ്ങൾ അമ്മയുടെ അരികിലെത്തുന്നത്. എല്ലാം തകർന്ന ഓട്ടക്കരങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നത്. പക്ഷേ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച് ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തീരുമാനിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമെന്നും ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനമെന്നും ഉള്ളുകൊണ്ട് ഉറപ്പിച്ചാൽ ഓർത്തോണം, അനുഗ്രഹം അരികിലുണ്ടെന്നാണ്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ നമ്മളോട് പങ്കുവയ്ക്കുക. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഭവത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.